പൈപ്പർ നിർത്താം. അനന്തകൃഷ്ണൻ 27/4/2025 ടെസ്റ്റ്. പൈപ്പർ നിർത്തിക്കളൊന്നും കൂടെ മുന്നോട്ട്. അളവിൽ ആക്സിഡൻറ്റ് കൊടുക്കല്ലേ പയ്യപ്പ്. മഞ്ഞ വര ടച്ച് ചെയ്യാനും മറികടക്കാനും പാടില്ല. മഞ്ഞ വെള്ളം മുകളിലോട്ട് കയറില്ല കേട്ടോ. അതായത് ഓവർടേക്കിംഗ് അവിടെ പാടില്ലെന്നാ. വലത്തോട്ടുണ്ട്. വണ്ടി എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റില്ലാത്ത, പാർക്ക് ചെയ്യാൻ പാടില്ല സ്ഥലം? കടകളുടെ ആണോ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല? കടകളുടെ സാധനം മേടിക്കാൻ അത് പറഞ്ഞു പറഞ്ഞോ. ബിസിനസ് സ്ഥാപനങ്ങളുടെ വഴിമുടക്കി. പാലം വളവ് സൈൻ ബോർഡ് മറയുന്നൊക്കെ രീതിയിൽ, ഒരു സൈൻ ബോർഡ് മറയുന്ന രീതി വണ്ടി പാർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ നാളെ 5 പ്രാവശ്യം അമ്പേഷണം ഇരിക്കും ഇതൊക്കെ ഇതൊക്കെ കാര്യം. പിന്നെ എന്നാ ഒരു വണ്ടി പെട്ടെന്ന് പാർക്ക് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ കയറ്റത്തിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല. ഫയർഫോഴ്സ് വെള്ളം എടുക്കുന്നിടത്തുനിന്ന് വണ്ടി പാർക്ക് ചെയ്യില്ല കേട്ടോ. അവിടെയൊക്കെ വളവില് സൈൻ ബോർഡ് മറയുന്ന രീതിയിൽ ഫയർഫോഴ്സ്. പിന്നെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യില്ല കേട്ടോ. അടുത്ത വശത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്തേക്കുവാണെങ്കിൽ വലതുവശത്ത് അതിനൊപ്പം കൊണ്ട് പാർക്ക് ചെയ്യില്ലെന്ന് കേട്ടോ. ഇവിടെ നിർത്തിക്കൊണ്ട് കയറ്റത്തിലെടുത്തുകൊണ്ട് കാൺസിക്കിൾ എത്രണ്ണമുണ്ട്? 5 ഏതൊക്കെയാ? ഓവർടേക്ക്, വലത്തോട്ട് ഇടത്തോട്ട്, പിന്നെ സ്ലോ ഡൗൺ, സ്റ്റോപ്പ്. ഇൻഡിക്കേറ്റർ നടക്കുന്നു. ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്ന വണ്ടിയുടെ എന്തോരാകുന്നു നോക്കണം. അതിനങ്ങനെ പറയാൻ കാരണം ആൾക്കാർ വരാൻ വണ്ടി തിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ഞാൻ കടന്നു പോകാം കേട്ടോ. 10 രൂപ കേട്ടോ. അപ്പം ബ്രേക്കായിട്ട് സ്പീഡ് കുറച്ച് ബ്രേക്കോട്ട്. ബ്രേക്കോട്ട് നിർത്തിക്കോട്ടെ. പിന്നെ നമുക്ക് അതിൽ കയറി പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ സ്റ്റാൻഡ് അതിൽ തിരിക്കാൻ
വണ്ടി വരുന്നുണ്ടോ നോക്കി, ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയിൽ നിന്ന് അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കി. വണ്ടി വരുന്നുണ്ടോ നോക്കണേ. പോയി അവിടുന്ന് അതിന് ഇറങ്ങിയില്ല അയാൾ. കേട്ടോ ബ്രേക്ക് കേട്ടോ. നിർത്തുക എന്നിട്ട് കൈ എടുക്കുക കേട്ടോ. ടെൻഷൻ അടിക്കുന്നില്ല. പയ്യപ്പെട്ടു നിർത്തിക്കേ. കൊണ്ടുവിടെ ഇവിടെ ഒതുക്കി നിർത്തിക്കോണ്ട് അങ്ങോട്ട് തിരിച്ചു. ഇപ്പം അവിടെ നിന്ന് എടുക്കാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.